കിടാരി, ഭാവിയുടെ പാൽക്കുടങ്ങൾ. കിടാരികൾ കിടാക്കളിൽ നിന്ന് ആദ്യ പ്രസവ സമയം വരെയുള്ള കാലഘട്ടത്തിൽ വളരുന്ന പശുക്കുട്ടികളാണ്. കിടാരികൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യൗവനയുക്തകളായ ഗോകന്യകകൾ. ഭാവിയുടെ പാൽക്കുടങ്ങളായ കിടാരികളുടെ പരിപാലനമോ അതും ഏറെ പ്രധാനപ്പെട്ടതുതന്നെ. കിടാരികളെ തിരഞ്ഞെടുക്കുന്നതിന് അതിന്റെ ജനയിതാക്കളുടെ പാലുൽപാദനക്ഷമത തന്നെയാണ് പ്രധാന അളവുകോൽ. ഏറെ പാലുള്ള ഒരു തള്ളപ്പശുവും മികച്ച ഉൽപാദനത്തിന് പേരുകേട്ട ജനുസിലെ കാളയുടെ ബീജവും ചേർന്ന് നല്ല ഉൽപാദന മികവ് നേടാനാവുന്ന കിടാരികളെ സൃഷ്ടിക്കുന്നു. ഇതിനുള്ള ശാസ്ത്രീയ പ്രൊജനി ടെസ്റ്റിംഗ് സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ശാസ്ത്രീയ തെരഞ്ഞെടുപ്പാണ് വൻകിട ഫാമുകൾക്കും സാധാരണ കർഷകനും ഒരുപോലെ അഭികാമ്യം. ഇരുകൂട്ടർക്കും കൂട്ട് പാലേറെയുള്ള പശുക്കൾ തന്നെയാകണം. അതിവേഗ വളർച്ച കാട്ടുന്ന കിടാരികളെ വേണം വളർത്തിയെടുക്കുവാൻ. നല്ല ആരോഗ്യമുള്ളവ ഒട്ടേറെ ശരീര പ്രത്യേകതകൾ കാട്ടും. ഇതോടൊപ്പം ജനിതക വൈകല്യം ഇല്ല എന്നുകൂടി ഉറപ്പുവരുത്തുക. ശരീരഭാരം ക്രമമായി നോക്കി രേഖപ്പെടുത്തണം. ആരോഗ്യത്തിന്റെ ആദ്യ പാദം കൃത്യതയോടെയുള്ള വളർച്ച തന്നെ. വളർച്ചയുടെ തോതും വളർച്ചാരീതിയുമൊക്കെ കണക്കിലെടുത്തു വേണം ആദ്യ ഇണചേർക്കലിന് സജ്ജമാക്കാൻ. വൻകിട ഫാമുകളിൽ കിടാരി കൂട്ടങ്ങൾക്ക് നിർബന്ധമായും തിരിച്ചറിയൽ സംവിധാനമൊരുക്കണം. ഇതിന് ടാഗുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക്, ലോഹ ടാഗുകളും മുതുകിൽ പെയിന്റ് ഉപയോഗിച്ച് അടയാളമിട്ടുമൊക്കെ കർഷകർ ഉരുക്കളെ തിരിച്ചറിയൽ നടത്താറുണ്ട്. വർണ്ണചിത്രങ്ങളും കമ്പ്യൂട്ടർ അധിഷ്ഠിത പടങ്ങളും ചിപ്പുകളുമൊക്കെ ഇന്ന് വലിയ ഫാമുകളിൽ ഉപയോഗപ്പെടുത്തി വരുന്നു. നല്ല കിടാരികളെ തിരിച്ചറിയുവാൻ കർഷകർക്കാകും.
ജനുസിനനുസരിച്ചുള്ള ശരീരഭാരവും ശരീരവളർച്ചയും ഉണ്ടാകണം. നല്ല കണ്ണുകളും വികസിച്ച നാസികയും വശങ്ങളിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന ഒട്ടേറെ നല്ല ശരീരലക്ഷണങ്ങളും മിനുമിനുപ്പുള്ള തൊലിയും വലിപ്പമുള്ള വയറും അകിടും നീണ്ട വാലും പിണഞ്ഞു പരന്ന ക്ഷീരധമനികളും നീണ്ട 4 മുലക്കാമ്പുകളും മിനുപ്പുള്ള കുളമ്പുമൊക്കെ നല്ല ക്ഷീരലക്ഷണങ്ങൾ തന്നെ. തിരഞ്ഞെടുക്കുന്ന കിടാരികളെ കാളക്കുട്ടികളിൽ നിന്നകറ്റി പ്രത്യേകമായി പാർപ്പിക്കുക. ശുചിയായ തറയിൽ വേണം കിടാരികളെ കിടത്തുവാൻ. കോൺക്രീറ്റ് തറയോ അടിച്ചുറപ്പിച്ച കൽത്തറയോ ഒക്കെ സാധാരണം. എന്നാൽ ആധുനിക റബ്ബർ തറകൾ ഒട്ടേറെ ഗുണങ്ങളുള്ളവയാണ്. ചർമ്മത്തെയും അകിടിനെയും വൃത്തിയായി സൂക്ഷിക്കുവാൻ കൗമാറ്റുകളെന്ന റബ്ബർ തറ സഹായിക്കുന്നു. അകിട് വീക്കം തടയുന്നതിനും ചർമ്മരോഗങ്ങൾ കുറയ്ക്കുവാനുമൊക്കെ ഇത് സഹായിക്കുന്നു. അധികനേരം കിടന്നു വിശ്രമിക്കുവാനും ഇതുമൂലം കഴിയുന്നു. നല്ല വായു സഞ്ചാരമുള്ള കൂടുകളിൽ കിടാരികളെ വളർത്തുവാൻ ശ്രദ്ധിക്കുക. ഉണങ്ങിയ തറ ഇവർക്കിഷ്ടമാണ്. ചരിവുള്ള തറ മൂത്രവും ജലവുമൊക്കെ വേഗം ഒഴുകി മാറുവാൻ സഹായിക്കാം. സൗകര്യപ്രദമായ പുൽത്തൊട്ടിലും ശുദ്ധജലം കുടിക്കുവാൻ സംവിധാനവുമൊരുക്കാം. നല്ല കുടിവെള്ളം ആരോഗ്യത്തിന് അനിവാര്യമാണ്. ഫാമുകളിൽ സാധാരണയായി ഓട്ടോമാറ്റിക് കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. വിവിധ പ്രായക്കാരായ കിടാരികളെ പ്രത്യേകം കൂടുകളിൽ വേണം വളർത്തുവാൻ. കിടാരികളുടെ തീറ്റക്രമത്തിലും ഒട്ടേറെ ശ്രദ്ധ വേണം. ഖരാഹാരവും പരുഷാഹാരവും ക്രമമായി നൽകണം. ത്വരിത വളർച്ചാക്കാലമായതിനാൽ പോഷകസമ്പുഷ്ടമായ തീറ്റക്രമം പാലിക്കുക. ഗുണമേന്മയുള്ള പച്ചപ്പുല്ലും പച്ചപ്പയർ വിളകളും ചേർത്ത് നൽകുക വഴി കുതിച്ചുയരുന്ന തീറ്റ ചെലവ് കുറയ്ക്കുവാനുമാകും. $14 മുതൽ 16% പചനീയ ക്രൂഡ് മാംസ്യവും 70% മൊത്തം പചനീയ ഊർജവും കിടാരികളുടെ തീറ്റയിലുണ്ടാകണം. വൈക്കോലും പുല്ലും നൽകുന്നവർ ഖരാഹാരം ഉന്നത നിലവാരത്തിൽ തന്നെ നൽകുവാൻ ശ്രമിക്കണം. മേച്ചിലിനിടമുണ്ടെങ്കിൽ തീർച്ചയായും മേയാൻ വിടണം. നല്ല സൂര്യപ്രകാശവും ശുദ്ധവായുവും വ്യായാമവും കിടാരികളുടെ വളർച്ചയ്ക്ക് സഹായകരമാകും. നന്നായി വളരുന്ന ആരോഗ്യമുള്ള സങ്കരവർഗ കിടാരികൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 1.5 വയസ്സാകുമ്പോൾ പ്രജനന സജ്ജമാകും. അപ്പോൾ ശരാശരി 180 മുതൽ 210 കിലോഗ്രാം ശരീരഭാരമുണ്ടാകണം. കിടാരികൾ അപ്പോഴാണ് മതിലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങുക. പ്രായപൂർത്തിയുടെ കാലം മതിയുടെ പ്രധാന ലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലം തന്നെ. സ്വഭാവ വ്യതിയാനങ്ങൾ
നമ്മെ മതിയുടെ വരവറിയിക്കും. പതിവിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അമറുകയും തീറ്റ കുറയുകയും കിടക്കുകയും എണീക്കുകയും ധാരാളം മൂത്രമൊഴിക്കുകയുമൊക്കെ ചെയ്യുന്നതായി കാണാം. ജനനേന്ദ്രിയത്തിൽ തടിപ്പും സുതാര്യമായ മാച്ചി ഒലിക്കലും കൂട്ടമായി കഴിയുന്ന ഉരുക്കളിൽ പുറത്തു ചാടിക്കയറലുമൊക്കെ പ്രകടമായ മതിലക്ഷണങ്ങൾ തന്നെ. മതി കണ്ടാൽ 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ബീജദാനം നടത്തണം. കൃത്രിമ ബീജസങ്കലനം ഇന്ന് വളരെ എളുപ്പമാണ് താനും. ശീതീകരണത്തിലൂടെ സൂക്ഷിക്കുന്ന ബീജം കൃത്യസമയത്ത് കുത്തിവെക്കുകയാണ് ചെയ്യുക. ഭ്രൂണദാനവും പശുക്കളിൽ നടത്താറുണ്ട്. ആദ്യ ഗർഭകാലമായതിനാൽ അതീവ ശ്രദ്ധയോടെ കിടാരികളെ പരിപാലിച്ചേ പറ്റൂ. വളർച്ചയുടെ നിലവാരമറിയുവാൻ ശരീരഭാരം ക്രമമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി ഒരു പ്ലാറ്റ്ഫോം ബാലൻസ് ഫാമുകളിൽ ഉപയോഗിക്കാറുണ്ട്. ശരീരനീളവും നെഞ്ചിന്റെ ചുറ്റളവും എത്ര ഇഞ്ചുണ്ടെന്നളന്ന് ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് ശരീരഭാരം കണക്കുകൂട്ടിയെടുക്കാം. കിടാരികളെ ദിവസവും വൃത്തിയുള്ള ഒരു ബ്രഷ് കൊണ്ട് തുടയ്ക്കാം. ഇത് ചർമ്മ ആരോഗ്യത്തിനും അധികരിച്ച രക്തസഞ്ചാരത്തിനും പരാതബാധ അകറ്റുന്നതിനും സർവോപരി മനുഷ്യരോട് ഇണക്കമുള്ള ഒരു പശുവായി മാറുന്നതിനും സഹായിക്കാം. അകിടുകൾ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കണം. അകിട് വീക്കമെന്ന സർവ്വസാധാരണയായ രോഗം പലപ്പോഴും കർഷകരെ കടക്കെണിയിലാക്കാം. നാല് മുലക്കാമ്പുകളിലധികം കണ്ടാൽ അവ കിടാരി പ്രായത്തിൽ തന്നെ മുറിച്ചു മാറ്റണം. കുളമ്പുകളുടെ പരിചരണവും പരിപാലനവും മറ്റൊരു മാരക രോഗമായ കുളമ്പ് രോഗത്തെ അകറ്റി നിർത്തും. അമിത വളർച്ചയുള്ള കുളമ്പ് ശാസ്ത്രീയമായി വെട്ടി നീളം കുറയ്ക്കണം. ആവശ്യാനുസരണമായി രോഗപ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുകയും വാക്സിനേഷനുകൾ നൽകുകയും വേണം.
സമയനിഷ്ഠയോടെ തീറ്റ നൽകുകയും തീറ്റയിൽ ആവശ്യമുള്ള പോഷണങ്ങൾ ഉൾക്കൊള്ളിക്കുകയുമായാൽ കിടാരികളിൽ നിന്ന് ഉൽപാദന മികവുള്ള പശുക്കളിലേക്കുള്ള യാത്ര ക്ഷീരമികവിന്റെ യാത്ര കൂടിയാകും.